കേരളം പലപ്പോഴും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മതപരമായ സഹവർത്തിത്വത്തിന്റെയും മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, മറ്റുള്ളവർ എന്നിവരുൾപ്പെടെ വിവിധ സമുദായങ്ങൾ ആപേക്ഷിക ഐക്യത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണിത്. സംസ്ഥാനത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിൽ മതപരമായ ബഹുസ്വരത ഒരു പ്രധാന ഘടകമാണ്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയാണ്. അടിസ്ഥാനപരമായി ഒരു ഹിന്ദു ദേശീയവാദ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വം ഹിന്ദുമതത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവും കേന്ദ്രമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വിഭാവനം ചെയ്യുന്നു. കേരളത്തിൽ കാര്യമായ സ്വാധീനം നേടാൻ BJP ചരിത്രപരമായി പാടുപെടുമ്പോൾ സംസ്ഥാനത്ത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിൽ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഘടനയെ എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന് ഈ വീഡിയോ പരിശോധിക്കുന്നു. സംസ്ഥാനത്തിന്റെ മതേതരവും പുരോഗമനപരവുമായ നയങ്ങൾ ഉറപ്പാക്കിയ രണ്ട് രാഷ്ട്രീയ സഖ്യങ്ങളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും വളരെ കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ആധിപത്യം പുലർത്തുന്നുണ്ട്. സാമൂഹിക നീതി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, മതേതര വീക്ഷണം എന്നിവയിൽ പ്രതിജ്ഞാബദ്ധമായ കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സംസ്കാരം സംരക്ഷിക്കാൻ ഈ രണ്ട് മുന്നണികളും പൊതുവെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പുരോഗമനപരവും സോഷ്യലിസ്റ്റുമായ അജണ്ടയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഇടതുപക്ഷം രാഷ്ട്രീയത്തിൽ മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ഗണ്യമായ മുന്നേറ്റം നടത്തിയ BJP ചരിത്രപരമായി കേരളത്തിൽ കാലുറപ്പിക്കാൻ പാടുപെട്ടു. കമ്മ്യൂണിസത്തിന്റെ പാരമ്പര്യവും മതന്യൂനപക്ഷങ്ങളുടെ സ്വാധീനവും രൂപപ്പെടുത്തിയ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം BJPയുടെ അജണ്ടയെ പ്രതിരോധിക്കുന്നതാണ്. എന്നിരുന്നാലും കേരളത്തിൽ BJP ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യത നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൽ BJP വിജയിച്ചാൽ അത് രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമാകും. മതപരമായ അടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ ധ്രുവീകരണമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്ന്. കേരളത്തിലെ വോട്ടർമാർ പരമ്പരാഗതമായി മതേതരാണ്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതുപോലെ തിരഞ്ഞെടുപ്പിൽ മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നില്ല. എന്നിരുന്നാലും ഹിന്ദു ദേശീയതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദുത്വത്തിന് ഈ ചലനാത്മകതയെ മാറ്റാൻ കഴിയും. ക്ഷേത്ര നിയന്ത്രണം, മതപരിവർത്തനം, ഹിന്ദു സംസ്കാരത്തിന്റെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹിന്ദു വോട്ടുകളെ ശക്തിപ്പെടുത്താൻ BJP ശ്രമിച്ചേക്കാം. ഹിന്ദു ജനസംഖ്യയിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ മതേതര നയങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തിയും BJP പ്രയോജനപ്പെടുത്തിയേക്കാം. കേരളത്തിലെ മതേതരായ ഹിന്ദു ജനതയെ ഹിന്ദുത്വത്തെ പിന്തുണയ്ക്കാൻ ബോധ്യപ്പെടുത്തുന്നത് BJPക്ക് എളുപ്പമായിരിക്കില്ല. കേരളത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെങ്കിലും വിവിധ വിഭാഗങ്ങളും ജാതികളും ഉപഗ്രൂപ്പുകളുമുള്ള സംസ്ഥാനത്തെ ഹിന്ദു സമൂഹം വൈവിധ്യപൂർണ്ണമാണ്. കേരളത്തിലെ നിരവധി ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ, മതപരമായ ബഹുസ്വരതയുടെയും സാമൂഹിക നീതിയുടെയും മൂല്യങ്ങളിൽ ആഴത്തിൽ പ്രതിജ്ഞാബദ്ധരാണ്. BJPക്ക് വിജയിക്കണമെങ്കിൽ സമൂഹത്തിലെ കൂടുതൽ യാഥാസ്ഥിതിക ഘടകങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം ഈ വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് അതിന്റെ സന്ദേശം ക്രമീകരിക്കേണ്ടതുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളുടെ സംരക്ഷണം, ഹിന്ദു മതപരമായ ആചാരങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, സംസ്ഥാനത്തിന്റെ പൊതുജീവിതത്തിൽ ഹിന്ദു മതത്തെ പാർശ്വവൽക്കരിക്കുന്നതായി കാണുന്നത് എന്നിവയിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാൽ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അകറ്റി നിർത്തിയേക്കാം. ജനസംഖ്യയുടെ ഗണ്യമായ ഭാഗം ഉൾക്കൊള്ളുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ ചരിത്രപരമായി സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ പ്രധാന ഭാഗവും ഒരു പരിധിവരെ സാമൂഹികവും രാഷ്ട്രീയവുമായ സമത്വം ആസ്വദിക്കുന്നവരുമാണ്. അതുപോലെ കേരളത്തിൽ ഗണ്യമായ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹിന്ദു കേന്ദ്രീകൃതമായ ഒരു അജണ്ടയിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്നും തോന്നുന്ന ഗണ്യമായ രാഷ്ട്രീയ വിള്ളലുകൾ അത് സൃഷ്ടിക്കും. സംസ്ഥാനത്തിന്റെ മതേതര സ്വത്വം സംരക്ഷിക്കുന്നതിനായി UDFും LDFും BJPക്കെതിരെ അണിനിരക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് കേരളത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയ സഖ്യങ്ങളെ തകർക്കാൻ ഇടയാക്കും. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് LDFന്റെയും UDFന്റെയും ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പ്രാദേശിക പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയിലേക്ക് നയിച്ചേക്കാം. അത്തരം പ്രസ്ഥാനങ്ങൾക്ക് ജാതി, മതം, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ അണിനിർത്താനും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ കൂടുതൽ വിഘടിപ്പിക്കാനും കഴിയും. ഇത് മതപരവും വിഭാഗീയവുമായ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾ ഭിന്നിച്ചിരിക്കുന്ന, അങ്ങേയറ്റം ധ്രുവീകരിക്കപ്പെട്ട ഒരു നാടിന് കാരണമായേക്കാം. സമാധാനപരമായി സഹവർത്തിക്കുന്ന മതസമൂഹങ്ങളുടെ സവിശേഷമായ സംയോജനമാണ് കേരളം. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ കാണാത്ത വിധത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്നു. ഉത്സവങ്ങൾ, മതാന്തര വിവാഹങ്ങൾ, പങ്കിട്ട സാംസ്കാരിക സമ്പ്രദായങ്ങൾ എന്നിവയിൽ സംസ്ഥാനത്തിന്റെ മതപരമായ ഐക്യം പ്രകടമാണ്. ഉദാഹരണത്തിന്, വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുചേരുന്ന ഉത്സവങ്ങൾക്ക് കേരളം പ്രശസ്തമാണ്. ഒരു പ്രധാന ഹിന്ദു ഉത്സവമായ ഓണം എല്ലാ മതത്തിലുള്ള ആളുകൾ ആഘോഷിക്കുന്നു. കൂടാതെ ക്രിസ്മസ്, ഈദ് എന്നിവയും സംസ്ഥാനത്തെ വൈവിധ്യമാർന്ന സമുദായങ്ങൾ തുല്യ ആവേശത്തോടെ ആഘോഷിക്കുന്നു. കേരളത്തിൽ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഈ അതിലോലമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും. ഹിന്ദു ദേശീയതയിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങളെ ഒറ്റപ്പെടുത്തുകയും മതവിഭാഗങ്ങൾക്കിടയിൽ
പിരിമുറുക്കം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. കേരളത്തിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം വരുന്ന മുസ്ലിങ്ങൾക്ക് ഹിന്ദു ആധിപത്യത്തിനായുള്ള BJPയുടെ സമ്മർദ്ദത്താൽ ഭീഷണി അനുഭവപ്പെടാം. അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും സാമൂഹിക സേവനങ്ങളിലും പ്രധാന പങ്കുവഹിച്ച ക്രിസ്ത്യാനികൾക്ക് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി തോന്നിയേക്കാം. ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മതപരമായ അസഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നതിലേക്കും നയിച്ചേക്കാം. കേരളം ചരിത്രപരമായി മതപരമായ സഹവർത്തിത്വത്തിന്റെ മാതൃകയാണെങ്കിലും ഹിന്ദു ദേശീയ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യാപനം, വിദ്വേഷ പ്രസംഗം, വർഗീയ അക്രമം, മതന്യൂനപക്ഷങ്ങളുടെ പാർശ്വവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കും. BJPയുടെ അജണ്ടയെ എതിർക്കുന്നതിൽ മതസംഘടനകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പ്രതിനിധീകരിക്കുന്നവർക്ക് കൂടുതൽ ശബ്ദമുയർത്താൻ കഴിയും. ഇത് വർഗീയ പ്രവർത്തനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായേക്കാം. മതസംഘടനകൾ ഹിന്ദുത്വ ആഖ്യാനങ്ങളെ പ്രതിരോധിക്കാൻ അവരുടെ അനുയായികളെ അണിനിർത്തുന്നു. കേരളം ദീർഘകാലമായി അഭിമാനിക്കുന്ന ഐക്യം കഠിനമായി പരീക്ഷിക്കപ്പെടാം. മാത്രമല്ല, ഹിന്ദുത്വത്തിന്റെ ഉയർച്ച ദീർഘകാലമായുള്ള മതാന്തര സഹകരണത്തിന്റെ പാരമ്പര്യത്തെ ദുർബലപ്പെടുത്തും. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ബോധത്തിനും സാമൂഹിക ബോധത്തിനും പേരുകേട്ടവരാണ്. ഭിന്നിപ്പിക്കൽ പ്രത്യയശാസ്ത്രങ്ങളെ, പ്രത്യേകിച്ച് മതപരമായ വ്യത്യാസങ്ങൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവയെ ചെറുക്കുന്ന ശക്തമായ പാരമ്പര്യമാണ് സംസ്ഥാനത്തിനുള്ളത്. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ നീണ്ട ചരിത്രമുണ്ട്. ഇത് ഹിന്ദുത്വ പോലുള്ള ഭിന്നിപ്പിക്കൽ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേരൂന്നാൻ കേരളത്തെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാക്കി മാറ്റുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് LDF, UDF എന്നിവർ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കെതിരെ ആരോപണത്തിന് നേതൃത്വം നൽകും. പരമ്പരാഗതമായി മതേതരത്വത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഈ പാർട്ടികൾ വർഗീയ രാഷ്ട്രീയത്തെ കേരളം പ്രതിരോധിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കും. BJPയുടെ ഭിന്നിപ്പിക്കൽ അജണ്ടയെ പ്രതിരോധിക്കാൻ അവർ ബഹുജന പ്രതിഷേധങ്ങൾ, പൊതുറാലികൾ, താഴെത്തട്ടിലുള്ള പ്രചാരണങ്ങൾ എന്നിവയിലൂടെ അവരുടെ അനുയായികളെ അണിനിർത്തിയേക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ കേരളത്തിലെ സാമൂഹിക സംഘടനകളും പ്രസ്ഥാനങ്ങളും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ട്രേഡ് യൂണിയനുകൾ, സിവിൽ സൊസൈറ്റി സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾക്ക് വർഗീയ രാഷ്ട്രീയത്തെ എതിർത്ത ചരിത്രമുണ്ട്. BJP ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ സംഘടനകൾ കേരളത്തിന്റെ മതേതരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്വത്വത്തിനായി വാദിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും. വിഭജന രാഷ്ട്രീയത്തോടുള്ള കേരളത്തിന്റെ ചെറുത്തുനിൽപ്പിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നിർണായകമാണ്. യുവാക്കൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശക്തമായ പാരമ്പര്യമുള്ള കേരളത്തിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനകൾ വർഗീയ പ്രത്യയശാസ്ത്രങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ മുൻപന്തിയിലാണ്. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ഹിന്ദുത്വത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിലും ഈ ഗ്രൂപ്പുകൾ പ്രധാന പങ്ക് വഹിച്ചേക്കാം. കേരളം മതേതരത്വത്തിന്റെയും ഉൾച്ചേർക്കലിന്റെയും കോട്ടയായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ അവരുടെ പങ്കാളിത്തം നിർണായകമാകും. കേരളത്തിന്റെ സാംസ്കാരിക സ്വത്തും അതിന്റെ ബഹുസ്വരതയിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഈ ഉൾച്ചേർക്കൽ പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യം, കല, പാരമ്പര്യങ്ങൾ എന്നിവയുള്ള വൈവിധ്യത്തെ സ്വീകരിക്കുന്നതിൽ സംസ്ഥാനത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. വൈവിധ്യത്തിൽ സംസ്ഥാനത്തിന്റെ അഭിമാനം അതിന്റെ സാഹിത്യത്തിലും സിനിമയിലും മറ്റ് കലാപരമായ ആവിഷ്കാരങ്ങളിലും പ്രകടമാണ്. BJP ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സാംസ്കാരിക മേഖലകളിൽ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടങ്ങളിലേക്ക് നയിച്ചേക്കാം. ഹിന്ദു ദേശീയ ആശയങ്ങളുമായി യോജിക്കുന്നതിനായി കേരളത്തിന്റെ സാംസ്കാരിക ആഖ്യാനങ്ങളെ പുനർനിർവചിക്കാൻ പാർട്ടി ശ്രമിച്ചേക്കാം. ഹിന്ദു ദേശീയ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൃതികളെ പ്രോത്സാഹിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നവയെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ സിനിമയെയും സാഹിത്യത്തെയും സ്വാധീനിക്കാൻ ഈ പാർട്ടി ശ്രമിച്ചേക്കാം. കേരളത്തിലെ പ്രാദേശിക കലാകാരന്മാർ, ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രതീകങ്ങൾ എന്നിവർ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക സ്വത്വത്തെ മാറ്റാനുള്ള ഈ ശ്രമങ്ങളെ ചെറുക്കാൻ സാധ്യതയുണ്ട്. ബഹുസ്വരതയെ ആഘോഷിക്കുന്ന സാഹിത്യത്തിന്റെയും കലയുടെയും സമ്പന്നമായ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. സംസ്ഥാനത്തെ എഴുത്തുകാർ, ചലച്ചിത്ര പ്രവർത്തകർ, കലാകാരന്മാർ എന്നിവർ അവരുടെ പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ കാഴ്ചപ്പാടിന് വളരെ കാലമായി അറിയപ്പെടുന്നു. സങ്കുചിതവും ഒഴിവാക്കപ്പെട്ടതുമായ ഒരു പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിന്റെ സാംസ്കാരിക ആഖ്യാനങ്ങളെ ഹൈജാക്ക് ചെയ്യാനുള്ള ഏതൊരു ശ്രമത്തെയും അവർ എതിർക്കും. വൈവിധ്യത്തെ ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്റെ സ്വത്വം സംരക്ഷിക്കുന്നതിൽ ഈ സാംസ്കാരിക പ്രതിരോധം നിർണായകമാകും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കലിനെ വളരെയധികം ആശ്രയിക്കുന്നു. ഈ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യയിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സാമ്പത്തിക ബന്ധത്തെ തടസ്സപ്പെടുത്തും. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഗൾഫുമായി ദീർഘകാല ബന്ധമുണ്ട്. അവർ സംസ്ഥാനത്തിന്റെ പണമയക്കൽ നയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഹിന്ദുത്വം ഈ സമുദായത്തെ അന്യവൽക്കരിക്കുകയാണെങ്കിൽ അത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പണമയക്കൽ കുറയാൻ ഇടയാക്കും. പണമയക്കലിന് പുറമെ വർദ്ധിച്ചു വരുന്ന വർഗീയ സംഘർഷങ്ങൾ കേരളത്തിലെ ടൂറിസം വ്യവസായത്തെയും ബാധിച്ചേക്കാം. പ്രകൃതി സൗന്ദര്യം, സാംസ്കാരിക പൈതൃകം, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയ്ക്ക് പേരുകേട്ട സംസ്ഥാനമായ ദൈവത്തിന്റെ സ്വന്തം രാജ്യം എന്ന പ്രശസ്തി കേരളം സൃഷ്ടിച്ചു. ഹിന്ദുത്വത്തിന്റെ പ്രചാരണവും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങളും
ഈ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുകയും കേരളത്തെ വിനോദസഞ്ചാരികൾക്ക് ആകർഷകരഹിതം ആക്കുകയും ചെയ്യും. സമാധാനത്തിനും ഉൾച്ചേർക്കലിനും വേണ്ടിയുള്ള സംസ്ഥാനത്തിന്റെ പ്രശസ്തിക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ വരുമാനത്തിന്റെ പ്രധാന ഉറവിടമായ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര വ്യവസായത്തിന് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. മാത്രമല്ല, സാമുദായിക സംഘർഷങ്ങൾക്ക് ബിസിനസ്, നിക്ഷേപം, തൊഴിൽ എന്നിവയെ ബാധിക്കുന്ന വിശാലമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. സാമൂഹിക ഐക്യത്തിന്റെയും ഉൾച്ചേർക്കലിന്റെയും അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ട സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ BJP മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്നതിൽ വിജയിച്ചാൽ അത് സാരമായി ബാധിക്കും. ഇത് സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കുകയും കേരളത്തിന്റെ വളർച്ചാ സാധ്യതകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിൽ BJP ഹിന്ദുത്വത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ അത് താഴെത്തട്ടിലുള്ള പ്രചാരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ക്ഷേത്ര നിയന്ത്രണം, മതപരിവർത്തനം, ഹിന്ദു സംസ്കാരത്തിന്റെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ പാർട്ടി ശ്രമിക്കും. ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ മതജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. BJPക്ക് അവരുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി അവയെ ഉപയോഗിക്കാം. അതുപോലെ ഹിന്ദു ദേശീയ മൂല്യങ്ങളുമായി യോജിക്കുന്നതിനായി മതപരമായ ആചാരങ്ങളെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും സ്വാധീനിക്കാൻ പാർട്ടി ശ്രമിച്ചേക്കാം. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ സോഷ്യൽ മീഡിയയും ഒരു പ്രധാന ഉപകരണമായിരിക്കും. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പിന്തുണ സമാഹരിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ പാർട്ടി വിജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇതേ തന്ത്രങ്ങൾ അവർ സ്വീകരിക്കാനിടയുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ വോട്ടർമാർ രാഷ്ട്രീയ ബോധമുള്ളവരും മതപരമായ വിഷയങ്ങളെക്കാൾ നയങ്ങൾക്ക് മുൻഗണന നൽകുന്നവരുമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രാദേശിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുന്നത് ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ്. ഈ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും കേരളത്തിൽ BJPക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. സംസ്ഥാനത്തെ വോട്ടർമാർ വിദ്യാസമ്പന്നരും രാഷ്ട്രീയ ബോധമുള്ളവരുമാണ്. പല വോട്ടർമാരും മതപരമായ അഭ്യർത്ഥനകളാൽ മാത്രം സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ല. BJPക്ക് പിന്തുണ ലഭിക്കണമെങ്കിൽ നയപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. എന്നിട്ടും LDFിൽ നിന്നും UDFിൽ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വരും. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. കേരളത്തിന്റെ മാധ്യമ ഭൂപ്രകൃതി ഊർജ്ജസ്വലവും വൈവിധ്യപൂർണവുമാണ്. പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത മാധ്യമങ്ങൾ BJPയുടെ ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദികളായിരിക്കും. എന്നാൽ കേരളത്തിൽ ശക്തമായ ഡിജിറ്റൽ മാധ്യമ സാന്നിധ്യമുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ BJPക്കും അതിന്റെ എതിരാളികൾക്കും ഒരു പ്രധാന യുദ്ധക്കളമായിരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഹിന്ദുത്വ അനുകൂല ആഖ്യാനങ്ങൾ അതിവേഗം വ്യാപിപ്പിക്കാമെങ്കിലും കേരളത്തിലെ ഡിജിറ്റൽ സാക്ഷരതയുള്ള ജനസംഖ്യയും ഈ ആഖ്യാനങ്ങൾക്ക് ശക്തമായ എതിർശക്തി നൽകും. പല കേരളീയർക്കും ഡിജിറ്റൽ സാക്ഷരത നന്നായി അറിയാം. അവർ തെറ്റായ വിവരങ്ങളെ വെല്ലുവിളിക്കാനും ഹിന്ദുത്വത്തിന്റെ അപകടങ്ങൾ തുറന്നു കാട്ടാനും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേക്കാം. കേരളത്തിലെ BJPയുടെ ശ്രമങ്ങളുടെ വിജയമോ പരാജയമോ നിർണ്ണയിക്കുന്നതിൽ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് നിർണായകമായിരിക്കും. കേരളത്തിൽ ഹിന്ദുത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ BJP വിജയിച്ചാൽ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും. BJPയുടെ പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതികരണമായി പുതിയ സഖ്യങ്ങളും പ്രസ്ഥാനങ്ങളും ഉയർന്നു വരുന്നതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ശാശ്വതമായി മാറ്റാൻ കഴിയും. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഹിന്ദുത്വത്തിനെതിരെ ഒന്നിച്ച് കേരളത്തിന്റെ സമഗ്ര സ്വത്വം സംരക്ഷിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താം. സാമുദായിക സംഭവങ്ങൾ വർദ്ധിക്കുകയും അത് സാമൂഹിക ഐക്യം തകർക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. മതപരമായ സഹിഷ്ണുതയുടെയും ഐക്യത്തിന്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത കേരളത്തിന്റെ വികസനത്തെ ദുർബലപ്പെടുത്താം. സമാധാനവും സ്ഥിരതയും നിലനിർത്താനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടാം. സാമ്പത്തിക വളർച്ചയിലും സാമൂഹിക ഐക്യത്തിലും വ്യാപകമായ സ്വാധീനം ആഴത്തിലുള്ളതായിരിക്കും. കേരളത്തിൽ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ശ്രമമായിരിക്കാം. മതേതരത്വത്തിന്റെയും ഉൾച്ചേർക്കലിന്റെയും തത്വങ്ങളിൽ നിർമ്മിച്ച കേരളത്തിന്റെ അതുല്യമായ സാമൂഹിക രാഷ്ട്രീയ ഘടന അത്തരമൊരു അജണ്ടയ്ക്ക് ശക്തമായ പ്രതിരോധം നൽകുന്നു. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മതപരമായ സഹവർത്തിത്വത്തിന്റെയും ചരിത്രം സംസ്ഥാനത്തിന്റെ സ്വത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. വൈവിധ്യത്തിൽ ഈ ഐക്യം നിലനിർത്തുന്നത് സംസ്ഥാനത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക ഘടനകളും ചേർന്ന് സംസ്ഥാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഭാവി തലമുറകൾക്കായി കേരളത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിന് ഐക്യവും ഉൾച്ചേർക്കലും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.